PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് SFI. വിദ്യാഭ്യാസ അവകാശ രേഖ ഉടൻ പ്രഖ്യാപിക്കണം. അധ്യാപക ഒഴിവുകൾ പൂർണ്ണമായും നികത്തി സ്ഥിരം അധ്യാപക നിയമനം നടത്തണമെന്നും SFI. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് SFI നിലപാട് അറിയിച്ചത്. സംസ്ഥാന സർക്കാർ തിടുക്കപ്പെട്ട് നടപ്പിലാക്കാൻ പോകുന്ന PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് SFI യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാഠ്യപദ്ധതി അടക്കം കാവ്യവൽക്കരിക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കുവാനും വേണ്ടിയുള്ള മാർഗമാണ് PM ശ്രീ. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തയ്യാറാകണമെന്ന് SFI ആവശ്യപ്പെട്ടു. മാത്രമല്ല, കേന്ദ്ര സർക്കാർ പിടിച്ചുവച്ചിരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഫണ്ട് നേടിയെടുക്കാനുള്ള ന്യായമായ എല്ലാ ഇടപെടലും SFIയുടെ പൂർണ്ണ പിന്തുണയും ഉറപ്പു നൽകി. KSRTC ബസ്സിൽ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര നൽകണം. അന്യായമായി കൺസെഷൻ വർദ്ധിപ്പിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ നീക്കം തടയണമെന്നും SFI യോഗത്തിൽ ആവശ്യപ്പെട്ടു. യാത്രാ കൺസെഷൻ വിഷയത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉടൻ ചർച്ച നടത്തണം. ആദിവാസി ദളിത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകണമെന്നും SFI ആവശ്യപ്പെടുന്നുണ്ട്. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനൊപ്പം മികച്ച ലാബ് സൗകര്യങ്ങളും കുട്ടികൾക്ക് ഉറപ്പാക്കണം. പാഠപുസ്തകങ്ങളുടെ അച്ചടി അടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും SFI പറഞ്ഞു. വിദ്യാഭ്യാസ അവകാശ രേഖയും പ്രഖ്യാപിക്കണം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും സംഘടനാ പ്രവർത്തനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും SFI ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനുമായി നടത്തിയ യോഗത്തിലാണ് വിദ്യാർത്ഥി പ്രശ്നങ്ങൾ SFI ഉന്നയിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.